തമിഴ്നാട്ടിൽ വീണ്ടും ഏറ്റുമുട്ടൽ കൊല. ഗുണ്ടാ നേതാവ് സി സിംഗ് രാജയെ പോലീസ് വെടിവെച്ചു കൊന്നു. ചെന്നൈ നീലാങ്കരയിൽ വെച്ചാണ് സംഭവം. കെ ബി ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നു. ശ്രീധരൻ, ഇത് എങ്ങനെയായിരുന്നു ഏറ്റുമുട്ടൽ കൊല നടന്നത്? ഇതുമായി ബന്ധപ്പെട്ട് എന്ത് വിശദീകരണമാണ് നമുക്ക് ലഭിക്കുന്നത്? മോത്തി, ഇപ്പോൾ ചെന്നൈ പോലീസ് കഴിഞ്ഞ മാസങ്ങളിൽ 2 മാസമെടുത്താൽ മൂന്നാമത്തെ ഏറ്റുമുട്ടൽ കൊലപാതകമാണ് ചെന്നൈ പോലീസ് നടത്തുന്നത്. ഏതായാലും ഇപ്പോൾ ഒടുവിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് റൗഡി ഷീറ്ററായിട്ടുള്ള സി സിംഗ് രാജ എന്ന രാജയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇയാളെ ആന്ധ്രാപ്രദേശിലെ ഒളിസങ്കേത്തിൽ നിന്ന് ചെന്നൈ പോലീസ് പിടികൂടിയത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാൾ. 33ഓളം ക്രിമിനൽ കേസുകളുണ്ട്. അതിൽ തന്നെ 5 കൊലപാതക കേസുകളുണ്ട്. ഇയാൾക്ക് BSP നേതാവ് ആംസ്ട്രോങ്ങിന്റെ കൊലപാതകവുമായൊക്കെ ബന്ധമുണ്ട് എന്ന് പോലീസ് സംശയിക്കുന്നുമുണ്ട്. ഏതായാലും ഇയാളെ ഈ ചെന്നൈക്ക് സമീപം അക്കരെ എന്ന് പറയുന്ന സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തുകയാണ്. നീലാങ്കരയ്ക്ക് സമീപം അക്കരെ എന്ന് പറഞ്ഞ സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തുകയായിരുന്നു. ഇതിനിടയിൽ ഇയാൾ പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. ഈ പോലീസ് എപ്പോഴും നൽകുന്ന ഒരു വിശദീകരണം ഇങ്ങനെയാണ്: പ്രതി തെളിവെടുപ്പിനിടെ പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്നുള്ള വിശദീകരണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് പലപ്പോഴായിട്ട് ഉണ്ടാകുന്നുണ്ട്. ഏതായാലും ഇതിൽ ഗത്യന്തരമില്ലാതെ ഇയാളെ വെടിവെച്ച് വീഴ്ത്തി എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. നിലവിൽ ഏതായാലും ഈ ഏറ്റുമുട്ടൽ കൊലപാതകത്തിനെതിരെ വലിയ തോതിലുള്ള വിമർശനം പല ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. ഇത്രയും ബാർബറിക് ആയിട്ടുള്ള ഒരു നയമാണോ പോലീസ് സ്വീകരിക്കേണ്ടത് എന്നുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. ഏതായാലും റൗഡികളെ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ തന്നെ നേരിടുമെന്ന് തന്നെയാണ് ചെന്നൈ പോലീസ് കമ്മീഷണർ ആവർത്തിച്ച് പലപ്പോഴായിട്ട് വ്യക്തമാക്കുന്നത്. നിലവിലേതായാലും രാജയുടെ മൃതദേഹം മറ്റ് നടപടികൾക്കൊക്കെയായിട്ട് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശരി, ശ്രീധരൻ. കെ ബി ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്.